നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാധാകൃഷ്ണൻ. എൻ്റെ സ്വന്തം നാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാൾ. ഞാൻ ദുബായിൽ വന്നിട്ട് 21 കൊല്ലമായി. 21 കൊല്ലമായിട്ട് ഞാൻ ഒരു കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. വന്ന കാലത്ത് ഞാൻ വളരെ ചെറിയ ശമ്പളത്തിന് തുടങ്ങിയതാണ്. എൻ്റെ ഹാർഡ് വർക്കും എനിക്ക് കിട്ടിയ കമ്പനിയും എൻ്റെ മാനേജ്മെൻറ്റും വളരെ നല്ലവരായിരുന്ന കാരണം എനിക്ക് ഇപ്പോൾ നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏത് മലയാളിയും ഏത് ഇന്ത്യക്കാരനും ഏത് മിഡിൽ ഈസ്റ്റ് അല്ല, ദുബായ് അല്ല, ഏത് കൺട്രി പോയാലും നമ്മൾ പോകുന്നത് നമ്മുടെ ഉന്നമനത്തിനാണ്. നമ്മളെ ആരും വിളിച്ച് വെറുതെ പൈസ തരില്ല. അപ്പോൾ നമ്മുടെ സിൻസിയാരിറ്റി, നമ്മുടെ ഓണസ്റ്റി, അതാണ് നമ്മുടെ കൈമുതൽ. അത് നമ്മൾ കൊടുത്താൽ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് പൈസ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ മാർഗം സ്വീകരിക്കരുതെന്നാണ് എനിക്ക് ആരോടും പറയാനുള്ളത്. കാരണം ഒന്നാമത് ആ പൈസ നിലനിൽക്കില്ല, രണ്ടാമത് ആ പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ പേര് മോശമാക്കും, മൂന്നാമത് ആ പൈസ നമ്മുടെ ജോലികളെയും പല ദോഷങ്ങളും അതുകൊണ്ട് ഉണ്ടാവാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ പെർഫോമൻസ് കമ്പനിക്ക് പോരാ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി എനിക്ക് പകരം മറ്റൊരാളെ കാണും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വരുന്നു, മന്ത്രിസഭ മാറുന്നു, മുഖ്യമന്ത്രി മാറുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 5 കൊല്ലം ഒരു ഭരിച്ചിട്ട് മന്ത്രിസഭ മാറുന്നത്? ആ 5 കൊല്ലം കൊണ്ട് മനുഷ്യർ മടുത്തു. അതല്ല, കേരളത്തിലെ സിസ്റ്റമല്ല 5 കൊല്ലം ഭരിച്ചാൽ കാലം കഴിഞ്ഞു. ആ മന്ത്രിസഭ നന്നായി ചെയ്തു, എല്ലാ മന്ത്രിമാരും നന്നായി പെർഫോം ചെയ്തു. തീർച്ചയായിട്ടും പബ്ലിക് അവരെ തന്നെ രണ്ടാമത് തിരഞ്ഞെടുക്കും. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് അവർക്ക് മടുക്കുകയാണ്. അതുകൊണ്ടാണ് മതി എന്ന് വിചാരിക്കുന്നത്. ഞാൻ നാട് വിട്ട കാലത്തെ കണ്ടീഷൻ നമ്മുടെ നാട്ടിലങ്ങനെ ഹോട്ട് മണി ആരുടെയും പോക്കറ്റിലില്ല. തൽക്കാലം എല്ലാവരും ജീവിച്ചു പോണു. വിരലിൽ എണ്ണാവുന്ന ചില മുതലാളിമാരുണ്ടാവുക, അത്രയേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ നടക്കാൻ അങ്ങനെ സിറ്റുവേഷൻ ഇല്ല. ഞാൻ നാട് വിട്ടത് ഇഷ്ടംപോലെ നടക്കാനും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനുമല്ല. അപ്പോൾ നമുക്ക് സെറ്റിൽ ആവണം, നമുക്കൊരു ഫ്യൂച്ചർ വേണം, നമ്മുടെ ബ്രദേഴ്സിനെ സെറ്റിൽ ചെയ്യണം, അവർക്കൊരു ഫ്യൂച്ചർ വേണം. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അന്ന് ഇത്രയും സെൽഫിഷ് ആയിരുന്നില്ല മലയാളിയും ലോകവും, ആണ് സത്യം. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് ഒമാനിൽ നിന്നാണ്, മസ്കത്തിൽ. അതിലും കഷ്ടം പിടിച്ചൊരു ജീവിതമായിരുന്നു. അവിടെ തുടങ്ങി വെച്ചു. അവിടുന്ന് പിന്നീട് എൻ്റെ അധ്വാനം അതിൽ വലിയൊരു ഭാഗമാണ്. പിന്നെ എൻ്റെ കോൺടാക്ട്സ്, പിന്നെ എന്നോട് ആർക്കും താല്പര്യം തോന്നി. ദുബായിൽ വന്നത് ഞാൻ വലിയൊരു ശമ്പളത്തിനൊന്നുമല്ല, പക്ഷേ ദുബായിൽ വന്ന് ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓരോ കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് എൻ്റെ ശമ്പളത്തിലുള്ള മാറ്റങ്ങൾ വന്നു. അതിന് ഒരു കാരണം എൻ്റെ ഹാർഡ് വർക്ക്, 2 എൻ്റെ മാനേജ്മെൻറ്റ്, മൂന്നാമത്തെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ടീമുണ്ടല്ലോ, അവർ അതിൽ വലിയൊരു ഭാഗമാണ്. അവർ എന്നെയായിട്ട് സഹായിച്ചില്ല, കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാനാവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു വീടായാലും കമ്പനി ആയാലും സ്റ്റേറ്റ് ആണെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് സപ്പോർട്ട് വേണം, സബോർഡിനേറ്റ്സ് വേണം. അതൊരു ടീമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഏത് സംരംഭവും സക്സസ് ആവുള്ളൂ. ഞാൻ ശരിക്കും ചെയ്യുന്നത് ട്രേഡിംഗ് കമ്പനിയാണ്. എൻ്റെ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പാണ്. വിത്തിൻ ദ കമ്പനി ഞങ്ങൾക്ക് 13-14 ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 13-14 എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ബേസിക് ലോജിക് ഇതാണ്. നമ്പർ 1, സിൻസിയാരിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഉഴപ്പല്ല വേണ്ടത്.
നിങ്ങൾ മുതലാളിയെ കാണുക, മാനേജ്മെൻറ്റിനെ കാണുക. ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്, ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, ജസ്റ്റിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ. യു ആർ റെഡി, ഞാൻ നിൽക്കാം. അതല്ലെങ്കിൽ പ്ലീസ് എന്നെ വിടൂ. അതല്ലാതെ നമ്മൾ ജോലിയിൽ ഉഴപ്പി അവരുടെ കച്ചവടത്തിന് നമ്മൾ ഓരോ ദിവസവും കുറച്ച് കൊടുന്നിട്ട് അവരത് മനസ്സിലാക്കാൻ നമ്മൾ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരമെന്നേ ഞാൻ മനസ്സിലാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ കിണർ കുഴിക്കുമ്പോൾ നമ്മൾ നോക്കും, അന്വേഷിക്കും, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കും, ഇവിടെ നമ്മൾ കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുമോയെന്ന്. ഇതുപോലെയാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് തരുമോ? ഈ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട്? ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുമോ, അപ്പോഴേ നിങ്ങൾക്ക് ഇത്ര തരാൻ പറ്റും എന്നുള്ളത് നമ്മളൊരു കണ്ടീഷനിലെത്തും. അതായത് മുതലാളി വിളിച്ച് എനിക്ക് നല്ല ശമ്പളം തന്നിട്ട് നീ നാളെ പോലെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ ബാക്കി ഫെസിലിറ്റീസ്, എനിക്കിതെല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം. ഇതില്ല എങ്കിൽ ഞാൻ ഒരിക്കലും സക്സസ് ആവില്ല. അപ്പോൾ ഞാനത് തുടങ്ങുന്നതിന് മുമ്പേ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നതിന് മുമ്പേ ഞാനെന്താ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം സൗകര്യം എനിക്ക് ചെയ്തു തരാമെന്ന് നമുക്കറിയണം. ഞാൻ അങ്ങനെയാണ് വളർന്നത്, ഞാൻ അങ്ങനെയാണ് ബിസിനസ് തുടങ്ങി. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും എൻ്റെ ഇഷ്ടത്തിനാണ്. ഞാൻ എല്ലാ പേപ്പറും അയക്കുന്നു, ഞാൻ സൈൻ ചെയ്ത് വിട്ടാൽ എൻ്റെ സൈൻ കണ്ടാൽ എൻ്റെ മുതലാളി സൈൻ ചെയ്യുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം എനിക്ക് തന്നുന്നുണ്ട്. എൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ആൾ ഏത് നാട്ടിലാണെങ്കിലും എൻ്റെ കോൾ കണ്ട അയാൾ എന്നെ തിരിച്ചു വിളിക്കും. എന്താ പറ്റിയ വെച്ച്, വീട്ടിലെല്ലാം സുഖമല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതാണ് ആദ്യം ചോദിക്കുക. ഒരിക്കലും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ബിസിനസ് എങ്ങനെ ഉണ്ട് എന്ന്. അത് എന്നെ കാണുമ്പോൾ കാഷ്വലായി ചോദിക്കുക മാത്രമേ ഉള്ളൂ. കാര്യം എന്തായെങ്കിൽ അത് റെക്കോർഡ്സ് പറയുന്നുണ്ട് ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ ഞാൻ മറ്റൊരുത്തേക്ക് കാടിയെന്ന് ഞാൻ വേറെ എന്തെങ്കിലും ആയിരുന്നു എന്നുള്ളത് എല്ലാം ഒറ്റവാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷെ അങ്ങനെ മടയനായിട്ട് ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരിക്കരുതെന്നും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും അക്കരെ പച്ചയാണ്. പക്ഷെ അവിടെ ചെന്നാലേ നമുക്ക് അവിടുത്തെ സാഹചര്യം മനസ്സിലാവും. ഇപ്പം ഞാൻ 21 കൊല്ലം ഇവിടെ നിന്നിട്ട് ഇതിലും നല്ലൊരു ഓഫർ കിട്ടി ഞാൻ മറ്റൊരു കമ്പനി പോയി വിചാരിച്ചോളൂ. അവിടെ ഞാൻ തുടക്കക്കാരനാണ്. അവിടെ ഞാൻ പുതിയൊരു കോളേജിൽ പോയ അല്ലെങ്കിൽ സ്കൂളിൽ പോയ പോലെയാണ്. ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ട് എല്ലാവരെയും കയ്യിലെടുത്ത് ഞാൻ സ്വയം പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സമയമെടുക്കും. ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, എനിക്കിപ്പോൾ ഞാൻ കാണിച്ചത് ഈ മൊബൈൽ വന്നിരിക്കുക. അങ്ങനെയാണ് ബിസിനസ്. അപ്പോൾ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് എന്ന് മാത്രം പറയില്ല, അതിൽ വലിയൊരു പങ്ക് ഭാഗ്യം എന്നുള്ളതുണ്ട്. ഭാഗ്യം എന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടാവില്ല, ഒന്നും കിട്ടില്ല. അത് നമുക്ക് ഹാർഡ് വർക്ക് വേണം. അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മളെ ഇവിടെ കൊടുത്തിട്ടുള്ളത് വാസ്തവത്തിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൈസ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ജോലി മാറി മാറി പോകുന്നത്. കാരണം എൻ്റെ മുതലാളി ഞാൻ ഇത്ര ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് ഇത്രേ തരുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ എനിക്ക് പുറത്ത് പോയ എത്ര കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ വലിയൊരു സ്ഥാപനമാണ്, ഒരു മലയാളിയുടെ സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പോൾ എം എ യൂസുഫ് അലി എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം, അത്രയും വലിയ ആളായിപ്പോയി. ഇപ്പോൾ എം എ യൂസുഫ് അലിയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട് PNC മേനോൻ, നമ്മുടെ നാട്ടുകാരാണ്. ഞാൻ ഒമാനിൽ ജോലി ചെയ്യുന്ന കാലത്ത് PNC മേനോനെ ദിവസം കാണുന്നവരായിരുന്നു. പക്ഷേ ഇന്ന് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നാൽ ഒരു പക്ഷേ അദ്ദേഹം എന്നെ തിരിച്ചറിയുമോ എനിക്ക് സംശയമാണ്. അത് ഓരോ പൊസിഷനിലെത്തപ്പോൾ ഓരോരുത്തർ മാറുന്നതാണ്. പണ്ട് ഞാൻ വന്ന കാലത്ത് ഗൾഫിൽ അതല്ലെങ്കിൽ ഞാൻ ഒമാനിൽ നിന്നാണ് തുടങ്ങിയത് ഞാൻ പറഞ്ഞു. അവിടെ ഫാമിലിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പോലെ ഒരു അച്ചീവ്മെൻ്റാണ്. പണ്ട് കാലത്ത് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ എല്ലാ സ്കൂളും 2 മാസം കൊടുക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. ഒരു വലിയ അച്ചീവ്മെൻറ്റും അതൊരു അസറ്റുമാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്. അതുപോലെ ഫാമിലി വിസ കിട്ടി ഫാമിലി ഇവിടെ കൊടുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് എന്നാണ് അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആണ് കേട്ടോ, ഫാമിലി കൂടെ ഉണ്ടാവണം, ആണ് ലൈഫ്. ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾക്ക് 3 മക്കൾ. ആദ്യത്തെ 2 പെൺകുട്ടികൾ. ദൈവം സഹായിച്ച അവർക്ക് 3 ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. എൻ്റെ മൂത്ത മോൾ ഡോക്ടറാണ്, രണ്ടാമത്തെ മോൾ എഞ്ചിനീയറാണ്, മൂന്നാമത് മോനാണ്. മോൻ ഇപ്പോൾ ഇവിടെ ദുബായിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ് BBAക്ക്. ഇവിടുത്തെ BBA കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം അവനെ നല്ലൊരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യിക്കണം എന്നാണ്. അയാളെ MBA ചെയ്യിപ്പിച്ചിട്ട് അയാളെ ഇവിടെ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് ദുബായിയോട് യാത്ര പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പേര് സിദ്ദീഖ് മുഹമ്മദ്. എൻ്റെ നാട് കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിലാണ്. ഞാൻ ഗൾഫിൽ 32 വർഷമായി.
ഏകദേശം 11 വർഷം ബഹ്റിനിലും 21 വർഷം UAE-യിലുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥാപനം ലിയോടെക് തുടങ്ങിയിട്ട് 18 വർഷമായി. ഞങ്ങൾ കോൾഡ് റൂം മാനുഫാക്ചേഴ്സാണ്. ഞങ്ങൾക്ക് ഖത്തർ, സൗദിയിൽ ഓഫീസുണ്ട്. അവിടെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒമാനിൽ ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മേജർ ക്ലയൻറ്റുകളൊക്കെ ലുലു, കാരിഫോർ, സഫീർ, ഫാത്തിമ, 5 സ്റ്റാർ ഹോട്ടൽസ്, എമിറേറ്റ്സ്, അവരൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ക്ലയൻസുകൾ. ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള ഫ്രീസർ, ചില്ലർ, അതിൻ്റെ ക്യാബിനറ്റ്സൊക്കെ ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് വരുത്താണ്. ജർമ്മനിയിൽ നിന്നാണ് ഞങ്ങളുടെ മെയിൻ പാർട്സുകളൊക്കെ വരുന്നത്, ജർമ്മനിയിൽ നിന്നാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടുന്ന് അസംബ്ലിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെർമനൻറ്റ് ക്ലയൻസ് ഉണ്ട്. അവരുടെ സ്ഥിരമായിട്ടുള്ള ഓർഡറുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ടീമുണ്ട്. അവർ ക്യാൻവാസ് ചെയ്യും. UAE-യിൽ ഞങ്ങൾ സിമിലർ ഒരു നിയർലി 200 കമ്പനിയുണ്ട്. ഞങ്ങളൊരു 3 കമ്പനികളിൽ ഒന്നാണ്. ഓൾമോസ്റ്റ് കൺസൾട്ടൻ്റൊക്കെ ഞങ്ങളുടെ അപ്രൂവ്ഡാണ്. അപ്പോൾ കൺസൾട്ടൻ്റ് ഓരോ പ്രാവശ്യവും അവർ റിക്വയർമെൻറ്റ് വരുമ്പോൾ അവർ ഞങ്ങളുടെ പേര് അതിനകത്ത് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ കോൺട്രാക്ടേഴ്സ് ഞങ്ങളെ സമീപിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡേഴ്സാണ്. അവർക്ക് ക്ലയൻറ്റിന് ആവശ്യമുള്ള ഇത് ഞങ്ങൾ ആദ്യം ഡിസൈൻ ചെയ്യും. എറക്ഷനും കമ്മീഷനിങ് എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഈവൻ അതിൻ്റെ മെയിൻ്റനൻസ് പോലും. ലിയോടെക് 3 ടൈപ്പ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ടൈപ്പ് പ്രോജക്റ്റ്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിയൻ പ്രോപ്പർട്ടിയൊക്കെ പോലുള്ള വലിയ വലിയ ക്ലയൻറ്റിന് റെൻറ്റിന് കൊടുക്കാൻ, സ്റ്റോറേജിന്, പ്രോസസ്സിങ്ങിന്, അതൊക്കെയാണ് മേജറായിട്ടും ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് ഹോസ്പിറ്റാലിറ്റി, 5 സ്റ്റാർ ഹോട്ടൽ, മാരിയറ്റ് പോലുള്ള, റിച്ച് കാർട്ടൺ പോലെയുള്ള, ഹുൾട്ടൺ, അങ്ങനെയൊക്കെയുള്ള മെയിൻ ക്ലയൻറ്റുകൾ, അവരൊക്കെയാണ് നമ്മുടെ മെയിൻ ക്ലയൻറ്റുകൾ. അതിൻ്റെ അബുദാബിയിലുള്ള ലുലുകളൊക്കെ കംപ്ലീറ്റ് ഞങ്ങളാണ് AMC ചെയ്യുന്നത്. പിന്നെ സൗദി അറേബ്യയിൽ റിയാദിൽ 2 ലുലു ഞങ്ങളിപ്പോൾ ചെയ്തു. അതിൻ്റെ AMC ഞങ്ങൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏറ്റവും നല്ല ടീമുകളാണ് എൻ്റെ അടുത്തുള്ളത്. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ, എല്ലാത്തിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫൈനാൻസ്. ഇവിടെ UAE-യിൽ ഞങ്ങൾക്ക് 85 ജോലിക്കാരുണ്ട്. ഇപ്പോൾ ഒരുവിധം രാജ്യക്കാരൊക്കെ എന്നോട് വർക്ക് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ഇന്ത്യ. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ സ്പോൺസറാണ്, ചെയർമാൻ. സ്പോൺസറുടെ പേര് ഖലീഫ മുസബ്ബഹ്. ഞാൻ UAE-യിൽ വന്നത് അദ്ദേഹത്തിൻ്റെ വിസയിലാണ്. ഇന്നും എല്ലാ കമ്പനികളുടെയും സ്പോൺസർ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, ആ കുടുംബത്തിൻ്റെ സ്നേഹം, ഞാൻ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹം എന്നോട് കാണിക്കുന്നത്. ഞാനും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 94 ഇവിടെ വന്ന് ഒരു 2-2.5 വർഷത്തോളം ഇതേപോലൊരു സിമിലർ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. അതിനുശേഷമാണ് ഞാൻ 96-ൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ മുമ്പ് ബഹ്റിനിൽ ബിസിനസ് ചെയ്തിരുന്നു. പക്ഷേ വേറെ ബിസിനസ്സായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ഫീൽഡ്, ടെക്നിക്കൽ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. യാദൃച്ഛികമായിട്ട് തിരഞ്ഞെടുത്താണ്. പക്ഷേ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് സക്സസ്സായി. ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. ഇവിടുത്തെ മേജർ പ്രൊജക്റ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തു. നമ്മുടെ ജന്മനാട്ടിൽ നമുക്ക് ബിസിനസ് ചെയ്യുന്നതിന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ എല്ലാ രീതിയിലും അവർ സപ്പോർട്ടാണ്. നമ്മളെന്തെങ്കിലും ഒരു നല്ല ചെയ്താൽ അതിനെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യും, അവനെ സപ്പോർട്ട് ചെയ്യും. ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്കൊരു ഫുഡ് ചെയിൻ സെമിനാർ നടത്തിയിരുന്നു ദുബായ് വെച്ചിട്ട്. ദുബായ് മുനിസിപ്പാലിറ്റി, അജ്മാൻ മുനിസിപ്പാലിറ്റി, ഷാർജ എല്ലാവരും പങ്കെടുത്തിരുന്നു. 30 മിനിറ്റ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പബ്ലിക്കിന് ക്ലാസ് എടുക്കാൻ. അപ്പോൾ വന്നത് 5 സ്റ്റാർ ഹോട്ടലിലെ ചെഫുകൾ, മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അവരുടെ സേഫ്റ്റി കൺട്രോളേഴ്സ് ഒക്കെയാണ് അതിന് പങ്കെടുത്തത്. അതിൽ ഞങ്ങൾക്ക് അജ്മാൻ മുനിസിപ്പാലിറ്റിയുടെ അപ്രിഷിയേഷൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജോലിയില്ലായ്മ, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ ഒക്കെയാണല്ലോ നമ്മെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഒത്തിരിയൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കതിനകത്ത് വിഷമങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ അണ്ടറിൽ 10ഓളം ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ടെക്നിക്കലായിട്ട് ഞാൻ അവരോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ബൈ എക്സ്പീരിയൻസ് വെച്ചിട്ട്. സ്കൂൾ മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ.
കാരണം സ്കൂൾ കൊണ്ട് മാത്രം നമുക്കെല്ലാം പഠിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതമാണ് നമ്മുടെ പഠിക്കാനുള്ള അവസരം. ഒത്തിരി സമ്പാദിക്കുന്നതിലല്ല എൻ്റെ സന്തോഷം, നന്നായിട്ട് ജീവിക്കുന്നതിലാണ്. നന്നായിട്ട് കഴിയാൻ പറ്റുക, നന്നായിട്ട് ജീവിക്കാൻ പറ്റുക, നല്ല അന്തരീക്ഷം ഉണ്ടാവുക, നല്ല സുഹൃത്തുക്കളുണ്ടാവുക, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ തന്നെയാണ് ഗൾഫിൽ കൊണ്ടുവന്നത്. അവരെല്ലാം ഇന്ന് നല്ലൊരു നിലയിലാണ്. ഇപ്പോൾ എല്ലാവരും ഓൾറെഡി നാട്ടിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഞാനും എൻ്റെ ഏറ്റവും ഇളയ അനുജൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി രണ്ടുപേരും നാട്ടിൽ ബിസിനസ്സുമായിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാം നല്ല സന്തോഷത്തിലാണ്. നാട്ടിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും വലിയൊരു ബിസിനസ്സിനോട് എനിക്ക് പണ്ട് മുതലേ താല്പര്യങ്ങളില്ല. ഒരു ബില്ല് എഴുതിയും മറ്റൊരു ബില്ല് കാണിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ അങ്ങനത്തെ ബിസിനസ്സൊന്നും ചെയ്യാറില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യാറില്ല നാട്ടിൽ. എനിക്കത് ശരിയല്ലെന്ന് തോന്നുന്നുകൊണ്ട് ഞാനത് ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെറിയ മൂല്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ഊർജ്ജവും അതിൻ്റെ ഉന്മേഷവും ഒക്കെ എന്നിലും എൻ്റെ മക്കളിലും അത് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും എനിക്ക് സന്തോഷം. എൻ്റെ ഭാര്യ ഷമീല എൻ്റെ ഈ ബിസിനസ്സിലും ജീവിതത്തിലും എന്നും വളരെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അവളുടെ സപ്പോർട്ടാണ് എൻ്റെ ജീവിതത്തിലും ബിസിനസ്സിൻ്റെയും വിജയം. മോൻ അബ്ദുൽ ഹക്ക് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ 3rd ഇയർ വിദ്യാർത്ഥിയാണ്. മോള് ഫർസാന സിദ്ദീഖ്, അവൾ 9ാം ക്ലാസ്സിൽ അൽ-അമീർ ഇന്ത്യൻ സ്കൂളിൽ അജ്മാനിൽ പഠിക്കും. നമസ്കാരം. നമ്മളിപ്പോൾ അജ്മാനിലെ ഒരു വില്ലയിലാണ്. ഇവിടെ ഒരു കേരള തനിമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മലയാളിയാണ് താമസിക്കുന്നത്. മലയാളി ആണെങ്കിൽ പോലും അതിനൊരു പ്രത്യേകതയുള്ളത്, കരുനാഗപ്പള്ളി തഴവ തൊടിയൂർ സ്വദേശിയാണ് ഇദ്ദേഹം. എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് അയൽക്കാരായിട്ട് വരും. ശ്രീ സിദ്ദിഖ് മുഹമ്മദ്, ഇദ്ദേഹത്തിന് ഇവിടെ കൂൾ റൂം മാനുഫാക്ചറിംഗ് ആണ്. ഇവിടുത്തെ ചൂടനുസരിച്ച് റൂമുകൾ മാത്രമല്ല, ഇവിടെ കംപ്ലീറ്റ് കൂളാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സർ, സ്വാഗതം. നമ്മൾ കുറച്ച് സാറിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും, ഓഫീസിലായാലും വീട്ടിലായാലും യാത്രകളിലായാലും ഒപ്പം കാണുന്ന ഒരു BV ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ BVയുമായിട്ട് സംസാരിക്കട്ടെ. പേര് സമീല, സ്വദേശം കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ടയ്ക്കടുത്ത് പോരുവഴി എന്ന് ചക്കുവള്ളിയിലാണ്. ഞാൻ ശാസ്താംകോട്ട കോളേജിലാണ് പഠിച്ചത്. ആ ചക്കുവള്ളി വഴിയാണ് എല്ലാ ബസ്സുകളും ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ പോയിരുന്നത്. അതുവഴി വന്നിട്ടുണ്ട് ധാരാളം. എൻ്റെ വീട് പള്ളിയുടെ തൊട്ട് കഴിക്കലാണ്. സാറിൻ്റെ വീടും ഒരു പള്ളിയുടെ തൊട്ടടുത്താണ്. ഈ നിങ്ങൾ പള്ളി അമ്പലത്തിനടുത്താണ്. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 21 വർഷം. 21 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, 4 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 17 വർഷമായി അജ്മാനിൽ വന്നിട്ട്. ചക്കുവള്ളിയാണോ അജ്മാനാണോ നല്ലത്? ചക്കുവള്ളി തന്നെയാണോ നല്ലത്? പിന്നെ ഇപ്പം സംശയമില്ല. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ജന്മനാടിന് നേടിത്തരാൻ പറ്റാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്ന ഈ മണ്ണ് ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജന്മനാട് തരാത്ത എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ യൂറോപ്പൊക്കെ പോയി കാണാൻ പറ്റി. മിഡിൽ ഈസ്റ്റ് എല്ലാം കണ്ടു. 1-2 ജില്ലകൾ ഒഴിച്ചൊന്നും പരിചയമില്ലാതിരുന്ന ഞാനിവിടെ വന്നിട്ട് കേരളത്തിലെ മൊത്തം, ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെ ആളുകളെ, പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം എനിക്ക് തന്നൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് എവിടെയായാലും വിടാതെ പിന്തുടർന്ന് കൂടെ പോകുന്നത്. തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ ഒരു വിഷമേ ഉള്ളു, എൻ്റെ മോനെ എൻ്റെ എല്ലാം. പക്ഷേ തൊട്ടടുത്തില്ല. അത് ഭയങ്കര ഒരു വിഷമമാണ്. എഞ്ചിനീയറിംഗ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 3ാം വർഷം പഠിക്കുന്നു. മോടെ പേര് ഫർസാന. 9th പഠിക്കുന്നത്. എന്താണ് അംബിഷൻ? എന്താണ്? MBBS MD ആണ്. അപ്പോൾ അത്തരത്തിലാണ്. വളരെ ഷാർപ്പായിട്ട്. അത് ഒരേ മാറ്റമൊന്നുമില്ല, ഒറ്റയും. ഗവൺമെന്റ് കിട്ടാണെങ്കിൽ നോക്കും. മാനേജ്മെന്റ് സീറ്റിന് പോയില്ല. ഇല്ല, മാനേജ്മെന്റ് സീറ്റിന് പോയില്ല. എഞ്ചിനീയറിംഗിന് പോകും. അത് കിട്ടിയില്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകും. എന്തായാലും ഒന്നേൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇത് രണ്ടും താഴോട്ടില്ല. ഇല്ല, ടൈപ്പ് റൈറ്റിങ്ങിനൊന്നും പണ്ടത്തെ പോലെ പോകുന്ന പരിപാടിയില്ല. കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആരാ ഏറ്റവും അടുത്ത ഫ്രണ്ട്? കുറെ പേരുണ്ട്. അതിൽ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേരെന്താ? ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉമ്മ തന്നെ. ഉമ്മ. ശരി, രക്ഷപ്പെട്ടു കേട്ടോ. കാരണം ഇവിടെ ഞങ്ങൾ 2 പേരല്ല ഉള്ളു. അപ്പം അവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന
നാട്ടിൽ പോകാറുണ്ടോ? ചക്കവള്ളിയിൽ തൊടിയൂരൊക്കെ ആ പോവാറുണ്ട്. എവിടെയാണ് അവിടെ പോകുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു ഇഷ്ടം? പോകാൻ ഇഷ്ടമാണോ അവിടെ? കസിൻസ് ആണ് ഏറ്റവും പ്രധാന ഇഷ്ടം, ആകർഷണം. വേറെ അവിടുത്തെ കല്യാണങ്ങള്, പിന്നെ ഇങ്ങനെ കറങ്ങാനൊക്കെ പുറത്ത്, ലൈക്ക് ബീച്ച്, പുഴയിലൊക്കെ കളിക്കാൻ പോകുന്ന, അവിടെയൊക്കെ അമ്പലത്തിൽ ഉത്സവം. വീടിന്റെ അച്ഛൻ്റെ വീടിനടുത്ത് അമ്പലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വിഷമം തോന്നും, കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്ന് തോന്നാറുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ ഇവിടെ ഉള്ളവരെയൊക്കെ മറന്നിട്ടാ പോകുന്നല്ലേ? അല്ല, ഇവിടുന്ന് പോകുമ്പോ പക്ഷെ അവിടെ ചെന്നിട്ട് ഇവരെല്ലാം വിളിക്കും, സംസാരിക്കും, ഇവരെ നാട്ടിൽ വരും, കൂട്ടുകാരെല്ലാം. ഇവിടെ ഉള്ളവരൊക്കെ നാട്ടിൽ വരാറുണ്ട്. വൈഫ് സാറിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ലാതെ വിങ്ങി പൊട്ടുകയായിരുന്നു. സാറും നല്ല വാക്കുകൾ തന്നെ പറഞ്ഞു, എങ്കിലും ചുമ്മാ എന്തെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കലഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഇഷ്ടപ്പെടായി ഉണ്ടോ ഭാര്യയുടെ സ്വഭാവത്തിൽ? പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. ഇപ്പോഴും ചില കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ സംഘടനാപരമായിട്ട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. പിന്നെ അതിൻ്റെ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടേതായിട്ടൊരു പ്രൊജക്റ്റ് അവിടെ നാട്ടിൽ നടത്താറുണ്ട്. ഈ വർഷം ഞങ്ങൾ നടത്തുന്ന പ്രൊജക്റ്റ് ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്രയും നാൾ അജ്മാൻ ജീവിച്ചു, ഒരു പ്രവാസി വീട്ടമ്മയായിട്ട് ജീവിച്ചു. മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ എന്താണ് പറയാൻ? 1-2 വർഷക്കാലം കരുനാഗപ്പള്ളി അസോസിയേഷൻ കരുണയുടെ വനിതാ പ്രസിഡൻ്റായിട്ടിരുന്ന് ഇപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ഇന്ദിരാഗാന്ധി വീക്ഷണ ഫോറം കോൺഗ്രസ് സംഘടനയുടെ അജ്മാനിൻ്റെ പ്രസിഡൻ്റാണ്. എല്ലാ വർഷവും ഇവിടെ അജ്മാൻ ബേസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ SLC+2 പരീക്ഷകളിൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ആദരിക്കാറുണ്ട് വർഷങ്ങളായിട്ട്. പിന്നെ എനിക്ക് നാടിനെ അപേക്ഷിച്ച് ഇവിടെ ഒന്നെന്ന് പറയാൻ, നമുക്ക് ഏത് സമയത്തും പെൺകുട്ടിയായാലും വീട്ടമ്മയായാലും ആരായാലും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട്, ഏത് സമയത്തും. അത് ഒരെടുത്തു പറയേണ്ട, ഒരുപക്ഷെങ്കിൽ നിയമത്തിൻ്റെ ഒരു വിലക്കുകളായിരിക്കാം, എന്നാലും നമുക്ക് രാത്രി 2 മണിയായാലും പുറത്തു പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അത് നല്ല ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ്. ഓക്കെ, വളരെ സന്തോഷം. പക്ഷേ ഈ സന്തോഷത്തിനിടയിലും എന്തെങ്കിലും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇത്രയും കാലം പ്രവാസി ആളായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടബോധമോ മിസ്സിങ്ങോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എൻ്റെ പിതാവ്. അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാണിക്കണം, അതിന് ദൈവം എനിക്കൊരു അവസരം തന്നില്ല. എൻ്റെ ജീവിതം എന്നും എൻ്റെ മനസ്സിലൊരു ദുഃഖമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കിട്ടിയ സൗഭാഗ്യം ആ അച്ഛനും കൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ മാഡത്തിന് പറ്റിയില്ല എന്ന് പറയുമ്പോൾ സാറിന് അത്തരത്തിൽ തീർച്ചയായിട്ടും അത് എൻ്റെ മാതാവിനും പിതാവിനും, പ്രത്യേകിച്ച് പിതാവിനും എന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ മാതൃകയാണ്. അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് ചാരിറ്റി ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക, ആ ഒരു ഇതാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞതെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഫർസാന, ഞാൻ പറയുന്നത് ഒരു വാചകം തെറ്റാതെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരണം. ഒരു 5 പ്രാവശ്യമെങ്കിലും കേൾക്കണം, അത്ര ഒരു ആഗ്രഹമുള്ളൂ എനിക്ക്. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. ഇത് തെറ്റാതെ 5 പ്രാവശ്യം പറഞ്ഞു. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. കിളി ഉരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. കിളിരുളിയിലൊരു ചോറുരുള. ഉരുള. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. ഒരു ഇതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കിളിരുരുളി എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഒറ്റ വാക്ക് മാത്രം, കിളിരുരുളി. കിളിരുരുളി ഒറ്റ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പറയാം അല്ലേ? കിളിരുരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിലൊരു ചോറുരുള. കണ്ട മോളെ മിടുക്കി. അപ്പോൾ വളരെ സന്തോഷം. സ്വന്തം നാട്ടുകാരെ 3000 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് വന്ന് ഇവിടെ വെച്ച് കാണാൻ പറ്റിയല്ലോ. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സന്തോഷവും ഏതായാലും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് ഞാനുള്ള ഒരു ചെറിയ സമ്മാനം തരുന്നു. ഇത്
ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിലെ റെൻ്റ് കാറ് അതിനും വാഹന സംബന്ധിയായിട്ട് നമുക്ക് സമീപിക്കാവുന്ന സ്ഥാപനമാണ്. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് നൽകുന്ന ഒരു ചെറിയ സമ്മാനവും തന്നിട്ട് ഞങ്ങൾ ഗുഡ് ബൈ പറയുന്നു. ഇന്ത്യയുടെ ഒറ്റ ഒരു യൂണിഫോം ടാക്സ് വരുന്നെന്നുള്ളത് നമ്മുടെ വലിയൊരു ഡിമാൻഡ്. ആദ്യത്തെ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഫുട്പാത്തിലായിരുന്നു കടന്നിരുന്നത്. റോഡ് സെൻസ് ഇന്ന് ഇന്ത്യയിൽ കേരളം പോലെ ഒരു സ്റ്റേറ്റിലും ആ റോഡ് സെൻസ് ഇല്ല. ഇന്നത്തെ എൻ്റെ ഈ കാണുന്ന സമ്പാദന, എൻ്റെ വളർച്ചയെല്ലാം ഈ 750 രൂപയും കൊണ്ട് തുടങ്ങിയതാണ്. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. കൂടുതൽ കാഴ്ചകളുമായി, കൗതുകങ്ങളുമായി, കേൾവിയുമായി മറുനാടും മലനാടും ഇനിയും തുടരും അടുത്ത ആഴ്ച. അതുവരെ താങ്ക്സ് ആൻഡ് ബൈ ഫ്രം ഐശ്വര്യ. നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാധാകൃഷ്ണൻ. എൻ്റെ സ്വന്തം നാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാൾ. ഞാൻ ദുബായിൽ വന്നിട്ട് 21 കൊല്ലമായി. 21 കൊല്ലമായിട്ട് ഞാൻ ഒരു കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. വന്ന കാലത്ത് ഞാൻ വളരെ ചെറിയ ശമ്പളത്തിന് തുടങ്ങിയതാണ്. എൻ്റെ ഹാർഡ് വർക്കും എനിക്ക് കിട്ടിയ കമ്പനിയും എൻ്റെ മാനേജ്മെൻറ്റും വളരെ നല്ലവരായിരുന്ന കാരണം എനിക്ക് ഇപ്പോൾ നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏത് മലയാളിയും ഏത് ഇന്ത്യക്കാരനും ഏത് മിഡിൽ ഈസ്റ്റ് അല്ല, ദുബായ് അല്ല, ഏത് കൺട്രി പോയാലും നമ്മൾ പോകുന്നത് നമ്മുടെ ഉന്നമനത്തിനാണ്. നമ്മളെ ആരും വിളിച്ച് വെറുതെ പൈസ തരില്ല. അപ്പോൾ നമ്മുടെ സിൻസിയാരിറ്റി, നമ്മുടെ ഓണസ്റ്റി, അതാണ് നമ്മുടെ കൈമുതൽ. അത് നമ്മൾ കൊടുത്താൽ നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് പൈസ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ മാർഗം സ്വീകരിക്കരുതെന്നാണ് എനിക്ക് ആരോടും പറയാനുള്ളത്. കാരണം ഒന്നാമത് ആ പൈസ നിലനിൽക്കില്ല, രണ്ടാമത് ആ പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ പേര് മോശമാക്കും, മൂന്നാമത് ആ പൈസ നമ്മുടെ ജോലികളെയും ഇപ്പോൾ നടക്കാൻ അങ്ങനെ സിറ്റുവേഷനില്ല. ഞാൻ നാട് വിട്ടത് ഇഷ്ടംപോലെ നടക്കാനും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനുമല്ല. അപ്പോൾ നമുക്ക് സെറ്റിൽ ആവണം, നമുക്കൊരു ഫ്യൂച്ചർ വേണം, നമ്മുടെ ബ്രദേഴ്സിനെ സെറ്റിൽ ചെയ്യണം, അവർക്കൊരു ഫ്യൂച്ചർ വേണം. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അന്ന് ഇത്രയും സെൽഫിഷ് ആയിരുന്നില്ല മലയാളിയും ലോകവും. ആണ് സത്യം. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് ഒമാനിൽ നിന്നാണ്, മസ്കത്തിൽ. അതിലും കഷ്ടം പിടിച്ചൊരു ജീവിതമായിരുന്നു. അവിടെ തുടങ്ങി വെച്ചു. അവിടുന്ന് പിന്നീട് എൻ്റെ അധ്വാനം അതിൽ വലിയൊരു ഭാഗമാണ്. പിന്നെ എൻ്റെ കോൺടാക്ട്സ്, പിന്നെ എന്നോട് ആർക്കും താല്പര്യം തോന്നി. ദുബായിൽ വന്നത് ഞാൻ വലിയൊരു ശമ്പളത്തിനൊന്നുമല്ല, പക്ഷേ ദുബായിൽ വന്ന് ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓരോ കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് എൻ്റെ ശമ്പളത്തിലുള്ള മാറ്റങ്ങൾ വന്നു. അതിന് ഒരു കാരണം എൻ്റെ ഹാർഡ് വർക്ക്, 2 എൻ്റെ മാനേജ്മെൻറ്റ്. പല ദോഷങ്ങളും അതുകൊണ്ട് ഉണ്ടാവാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ പെർഫോമൻസ് കമ്പനിക്ക് പോരാ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി എനിക്ക് പകരം മറ്റൊരാളെ കാണും.
അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വരുന്നു, മന്ത്രിസഭ മാറുന്നു, മുഖ്യമന്ത്രി മാറുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 5 കൊല്ലം ഒരു ഭരിച്ചിട്ട് മന്ത്രിസഭ മാറുന്നത്? ആ 5 കൊല്ലം കൊണ്ട് മനുഷ്യർ മടുത്തു. അതല്ല, കേരളത്തിലെ സിസ്റ്റമല്ല 5 കൊല്ലം ഭരിച്ചാൽ കാലം കഴിഞ്ഞു. ആ മന്ത്രിസഭ നന്നായി ചെയ്തു, എല്ലാ മന്ത്രിമാരും നന്നായി പെർഫോം ചെയ്തു. തീർച്ചയായിട്ടും പബ്ലിക് അവരെ തന്നെ രണ്ടാമത് തിരഞ്ഞെടുക്കും. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് അവർക്ക് മടുക്കുകയാണ്. അതുകൊണ്ടാണ് മതി എന്ന് വിചാരിക്കുന്നത്. ഞാൻ നാട് വിട്ട കാലത്തെ കണ്ടീഷൻ, നമ്മുടെ നാട്ടിലങ്ങനെ ഹോട്ട് മണി ആരുടെയും പോക്കറ്റിലില്ല. തൽക്കാലം എല്ലാവരും ജീവിച്ചു പോകണു. വിരൽ എണ്ണാവുന്ന ചില മുതലാളിമാരുണ്ടാവുക, അത്രയേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ